ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഒരുപാട് നാളായി ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട്. ഓൾമോസ്റ്റ് ഒരു 3 മാസമായിട്ടുണ്ടാകും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഒരു 8 മാസമായിട്ടുണ്ടാകും ഞാനൊരു വ്ലോഗ് എടുത്തിട്ട്. എന്നിട്ടും എന്നെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അത് തന്നെ ഒരു ചെറിയൊരു ഹാർട്ട് ടു ഹാർട്ട് ആകാം. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ആക്ച്വലി ഇതിനേക്കാൾ മുമ്പ് ഞാൻ വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചാനലിൽ ഞാനൊരു 13 മിനിറ്റ് ലോങ് ആയിട്ടുള്ളൊരു ഞാനിങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ ജോബ് നിർത്തിയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഹെൽപ്പ് പീപ്പിൾ ഹു ആർ സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദിസ് കോർപ്പറേറ്റ് വേൾഡ്. ദാറ്റ് ഇസ് എൻ്റെ ചാനലിലെ നീഷ് എന്താണെന്നുള്ളത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കുവാണ്. എൻ്റെ ചാനൽ നീഷ് എന്ന് പറയുന്നത് ഇസ് ലൈഫ് സ്റ്റൈൽ, വെൽനെസ്, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനെസ് ആൻഡ് ഓൾസോ കുറച്ചൊക്കെ ബ്യൂട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ചാനലിൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ മോട്ടീവ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത്, ഞാൻ എൻ്റെ ഫ്രണ്ട് മിൽഡയും കൂടെ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഇതുപോലെ ജോലിയൊക്കെ മടുത്ത് ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാണ്ട് ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു ഇൻപുട്ട് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തുടങ്ങിയ ചാനലാണ് നമ്മുടെ ഈ ചാനൽ. പിന്നെ നമ്മൾ ആ ഒരു മോട്ടിവേഷനിൽ നമ്മൾ ഒരുപാട് നാൾ മുമ്പോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും മിൽഡയ്ക്ക് ജോബായി, മിൽഡ അതിൽ ബിസിയായി. പിന്നെ ഞാനും ഇങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ചാനൽ ചെയ്യാനായിട്ടുള്ള ആൻസൈറ്റി, കുറച്ച് വീഡിയോസൊക്കെ ഞാൻ തന്നെ ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് ആൻസൈറ്റി കയറി. കാരണം ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യണോ, ജോബിന് ട്രൈ ചെയ്യേണ്ട സമയമാണോ ഞാൻ കളയുന്നത് എന്നുള്ള ആൻസൈറ്റി ഒക്കെ മൂത്ത് എനിക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടായില്ല വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും ഞാൻ എന്തായാലും ഒരു ജോബിലോട്ട് തിരിച്ചു പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ പോയി സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനായിട്ടുള്ളൊരു ചെറിയൊരു പ്ലാനിങ്ങിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ലാതെ പിന്നെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് എനിക്ക് വന്നില്ല. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ ഞാൻ കഷ്ടപ്പെട്ടൊന്ന് ഡിസിപ്ലിൻ ആക്കി കൊണ്ടുവന്ന എൻ്റെ ലൈഫ് പിന്നെയും എന്താ പറയുക, ഒരു അത്ര ഡിസിപ്ലിൻഡ് ആയിട്ടല്ല പോണത്. അതുകൊണ്ട് അതിൽ ഞാൻ ഹാപ്പിയുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാനിങ്ങനെ ഇടുവാണെങ്കിൽ ഞാനും ചെയ്യും, ഞാൻ പിന്നെ ഡിസിപ്ലിൻഡ് ആവും. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് എൻ്റെ ഫസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോ എൻ്റെ മോർണിംഗ് റുട്ടീൻ ആയിക്കോട്ടെ എന്ന് ഓർത്തു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഡേയിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പാർട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രൊഡക്റ്റീവ് ആക്കണം എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സൈക്കോളജി വെച്ചിട്ട് മോർണിംഗ് റെഡി ആയില്ലെങ്കിൽ പിന്നെ ബാക്കി എൻ്റെ ഡേ റെഡി ആവത്തില്ല. അപ്പം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ടും ഞാൻ കുറേ എഫേർട്ട് എടുക്കുന്ന പാർട്ടും എല്ലാം ഈ മോർണിംഗ് ടൈമാണ്. അപ്പോൾ യൂഷ്വലി എൻ്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5:30 5:30 ഞാൻ ഈ പണിയില്ലാത്ത ഞാൻ എന്തിനാണ് ഈ 5:30 മണിക്ക് എണീറ്റ് പഠിക്ക് പോകണവരും എണീക്കുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ എണീക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഓടി പഠിച്ച ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. എനിക്ക് തെറി പിടിച്ച് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആദ്യം മാറ്റേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹറിയാണ്. ഹറി കിൽസ് എക്സൈറ്റ്മെൻറ്റ്, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ എന്തോണ് പറയണത്. എന്നാലും ഞാൻ ലേറ്റ് ആണ്. പക്ഷെ ഞാൻ ലേറ്റ് ആവുന്നത് എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് അല്ല. നമ്മൾ ജിമ്മിൽ പോകുന്നതൊക്കെ കൂടുതലും നമ്മുടെ ഈ പ്രായത്തിലൊക്കെ ജിമ്മിൽ പോകുന്നത്, അത് ഞാൻ എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ജിമ്മിൽ പോകുന്നതൊക്കെ കൂടുതലും ഇങ്ങനെ മസിൽ വിരിപ്പിക്കാനൊന്നല്ല, നമ്മൾ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്. ആ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് നമ്മൾ ഹറിവറിയായിട്ട് നമ്മൾ പോയി കഴിഞ്ഞു. സോ ഫസ്റ്റ് ഓഫ് ഓൾ 5:30 എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പണ്ട് തൊട്ടേ കുഞ്ഞിലെ തൊട്ടേ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ശീലിച്ച ഒരു ശീലമായിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ അമ്മ വന്നിട്ട് എണീക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നമ്മൾ 5 മിനിറ്റ് കിടക്കട്ടെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ അമ്മ നമ്മളിങ്ങനെ കിടത്തിയിട്ട് ഓക്കെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് വിളിക്കും. അപ്പോൾ അതല്ലേ നമ്മുടെ ശീലം. അപ്പോൾ ആ ശീലം എനിക്ക് ഒറ്റ അലാറത്തിൽ എണീക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. 5:30 ഫസ്റ്റ് അലാറം വെക്കുമെങ്കിലും ഞാൻ എണീക്കുന്നത് ഒരു 5:40 ആകുമ്പോഴേക്കും ഞാൻ എണീക്കാം. എൻ്റെ ഉറക്കം മതിയാകത്തേക്കൂടെ എൻ്റെ കണ്ണ് ചോർന്നിരിക്കണം. സോ നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, ഇത് എൻ്റെ ഷവർ റൂട്ടീനാണ്. നമുക്ക് ഗേൾസിന് അറിയാൻ വേണ്ടി പറ്റും. വി ഹാവ് ഹെയർ വാഷ് ഡേ, ഹെയർ കെയർ ഡേയ്സ് ഉണ്ട്, ഹെയർ വാഷ് ഡേയ്സ് ഉണ്ട്, അല്ലാത്ത ഡേയ്സ് ഉണ്ട്. സോ അതുകൊണ്ട് എല്ലാം പ്ലാൻഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ചിന്തിക്കാനില്ലല്ലോ, നമുക്ക് അത് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ എൻ്റെ ഷവർ റൂട്ടീൻ എഴുതി ഒട്ടിച്ച് വെച്ചേക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പല്ലേക്കാം. അയ്യോ, പല്ലേക്കണേനും വേണ്ട വന്നു. അലൈനർ ക്ലീൻ ചെയ്യാനായിട്ട് അലൈനറിൻ്റെ ഒരു ബ്രഷ് ഉണ്ട്. ഈ ബ്രഷ് കൊണ്ടാണ് നമ്മൾ അലൈനർ ക്ലീൻ ചെയ്യുന്നത്. ബൈ ദ വേ, അലൈനർ സ്റ്റോറി ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. അലൈനേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസും ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഞാനാണെങ്കിൽ 2 പ്രാവശ്യം പല്ലിൽ കമ്പിയിട്ട് 1 പ്രാവശ്യം അലൈനർ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഐ ആം വെരി ഹാപ്പി വിത്ത് ദ അലൈനേഴ്സ്. ആൻഡ് ഞാൻ ഡീറ്റെയിൽ ഉള്ള കഥ പിന്നെ പറഞ്ഞു തീർക്കട്ടെ. ഇനി നമ്മളടുത്തത് ഫേസ് വാഷാണ്. നിങ്ങളുടെ നീച്ചേക്കാം. സോ യു ക്യാൻ സീ മീ. നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇത് വർഷങ്ങൾ എന്ന് പറഞ്ഞൊരു 1.5-2 വർഷമായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. സെറ്റാഫിൻ്റെ ഓയിൽ കൺട്രോൾ ഫോം വാഷ്. ഇത് ആക്നെ പ്രോൺ സ്കിന്നിന്
ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ഫേസ് വാഷ് ആണെന്ന് പറയാം. 2 pumps. That is all you need for the day. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആക്നെ പ്രോൺ സ്കിന്നുകാർക്കുള്ള ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. നമ്മളെപ്പോഴും മുഖം കഴുകി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഫേസ് ടവൽ അല്ലെങ്കിൽ ഒരു സാധാരണ തോർത്തിലോ നമ്മുടെ മുഖം തുടയ്ക്കും. അങ്ങനെ ചെയ്യുക. നമ്മുടെ ആക്നെ പ്രോൺ സ്കിന്നുകാർക്കുള്ള ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യേണ്ട ഒരു ഫേസ് ടിഷ്യൂ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ഇവിടുത്തെ ലൈറ്റിങ് ഇഷ്ടപ്പെടുന്നില്ല, തിരിച്ചു കൊടുത്തിട്ടൊക്കെ. പെൻറ്റ ഇത് മിനിസോന്ന് ഞാൻ വാങ്ങിച്ച ഫേസ് ടിഷ്യൂൻ്റെ പാക്കറ്റുകളുണ്ട്. ഇത് ഒരുപാട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് മറ്റൊരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. ഞാൻ യൂഷ്വലി ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ഇമാതിരി ഡ്രസ്സുകൾ കിട്ടുന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കഴുത്തൊക്കെ കഴുകാൻ വേണ്ടി പറ്റാറുണ്ട്. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കണേ കൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നെക്കൊന്നും ഇപ്പോൾ വാഷ് ചെയ്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഉടുപ്പൊക്കെ നനയും. ഹായ് ഗൈസ്, വി ആർ ബാക്ക്. സോ എന്താണത് ഇരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ജിം വെയറിലോട്ട് നമ്മൾ മാറുക. സോ ഗൈസ്, ഐ ആം റെഡി. ഞാൻ ആക്ച്വലി ജിമ്മിൽ പോണതിന് പോകുമ്പോൾ ഞാൻ മുഖത്ത് സെറമോ ക്രീമോ ഒരു സാധനം ഞാൻ എടുത്തില്ല. ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് എൻ്റെ ലിപ് ബാം മാത്രമാണ്. കാരണം മുഖം എന്തായാലും വേർക്കും. പിന്നെ നമ്മൾ എന്ത് സാധനം ഇട്ടോണ്ടും ഒരു കാര്യമില്ല. നമ്മുടെ ജിം ബാഗിൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ കയറ്റിയിട്ടുണ്ട്. സോ ഗൈസ്, ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ആക്ച്വലി ഹാവ് മൈ പ്രീ വർക്കൗട്ട് ഡ്രിങ്ക്. ഇത് ആക്ച്വലി ഒരു ഗ്ലോ ഡ്രിങ്കും കൂടെയാണ്, ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ്. ഞാനിത് ആക്ച്വലി എൻ്റെ 5 ഗ്ലോ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ വീഡിയോൻ്റെ അകത്ത് ഈ ഡ്രിങ്കിൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഈ വെള്ളം നമ്മൾ ആക്ച്വലി കളയണം. ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളത്തിനകത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ആയിട്ടും കഴിക്കാം. ഇത് ആക്ച്വലി നമ്മുടെ സ്കിൻ ഗ്ലോയ്ക്കും കൂടെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. ചെസ്. ആക്ച്വലി ഞാനിപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ താഴെ സോഫയിൽ ഇരുന്നിട്ട് ഇത് കുടിക്കാനായിട്ട് ഞാനൊരു 10 മിനിറ്റ് സമയം ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കും. ആ സമയത്താണ് ഞാൻ രാവിലെ എണീച്ചാൽ ഞാൻ അത്രയും നേരം ഫോൺ ഞാൻ ചെക്ക് ചെയ്യത്തില്ല. ഇത് ഇത്രയും സ്റ്റെപ്പ് കഴിയുന്നവരെ ഞാൻ ഫോൺ ചെക്ക് ചെയ്യത്തില്ല. ഞാൻ ഇത് കുടിക്കുന്ന സമയത്താണ് ഞാൻ എടുത്തിട്ട് അത് ഞാൻ റീൽസ് കണ്ടിരിക്കില്ല. റീൽസ് കണ്ടിരുന്ന എൻ്റെ സമയം പോകും. ഞാൻ അപ്പോൾ ആ സമയത്ത് എൻ്റെ ഞാൻ മുമ്പിട്ടേക്കുന്ന വീഡിയോയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, എന്താ ലൈക്ക് കമൻറ്റ് ഒക്കെ വന്നിട്ടുണ്ടോ, പിന്നെ നമുക്ക് പുതിയ എടുക്കാൻ പോകുന്ന കണ്ടൻറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് ഞാൻ ആ സമയത്ത് നോക്കണേ, ആ 10 മിനിറ്റ് സമയത്ത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാഗ് എടുത്ത് ജിമ്മിൽ പോകാനായിട്ട് ഇറങ്ങണം. സോ ഗൈസ്, ഐ ആം ഓൾ റെഡി ടു ഗോ. ലെറ്റ്സ് ഗോ. ഇതാണ് ഞാൻ ജിമ്മിൽ പോകുമ്പോഴത്തെ മോർണിംഗ് വ്യൂ എന്ന് കാണണേ. ഹായ് ഗൈസ്, സോ ഞാൻ ജിമ്മിൽ എത്തിയിരിക്കുകയാണ്. മില്ല് മോസ്റ്റ് പ്രോബബ്ലി അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. How do you do? Fine. Very good to be in the gym morning 6:30. അതെ, ഇന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ ചീത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഞങ്ങൾ വന്നില്ല, അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് ചീത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. ഇതേ വിളിക്കുന്ന ട്രെയിനർ. ഇതാണ് ഞങ്ങളുടെ ട്രെയിനർ മിസ്റ്റർ ശരഫുദ്ദീൻ. ക്യാമറ ഉള്ളതോട് ചീത്ത അറിയത്തില്ല. ഇന്നലെ ഞങ്ങൾ ഉറങ്ങി, ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. ലൈഫ് ഒട്ടും ഡിപ്രസിങ് അല്ലാത്ത മൊമെന്റ് ഓഫ് ദ ഡേ ഇതാണ്. ഇവിടെ ഇരുന്ന് നാട്ടുകാരുടെ വീട്ടുകാരുടെ പ്രദർശനം പറഞ്ഞ് ഞങ്ങൾ സമയം കളയുന്നതാണ്. വിചാരിച്ചപ്പോ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ആണ്ടവാ. ഭാഗ്യം. അപ്പൊ ഇന്ന് വേണ്ടെന്ന് ചില ട്രെഡ്മില് മില്ലൊക്കെ ക്ഷീണിച്ചൊന്നും ഇല്ലണ്ടായി. അതെ, മില്ല് എന്റെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് മെയ്ഡ് ഓഫ് ഓണർ ഡ്രസ്സിൽ കയറാൻ വേണ്ടിട്ടാണ് എനിക്കത് കഷ്ടപ്പെടുന്നത്. ഏപ്രിൽ 5 മാസം സമയമുണ്ട് നിനക്ക്. അതിനുള്ളിൽ ഞാൻ ഫോട്ടോയിൽ കാണിച്ച പടം ഓർമ്മയുണ്ടല്ലോ, അതേപോലെ ആക്കി തന്നെ. Everybody.
ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് അവസാനിച്ചിരിക്കുന്നു. ജിമ്മിൽ ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഗൈസ് നമുക്ക് വീട്ടിൽ പോകാം. ഗൈസ് ഞാൻ ഓൺ ദ വേ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്ക് കുറച്ച് നമ്മുടെ നട്ട്സും ഇതൊക്കെ തീർന്നിരിക്കണം, അപ്പോൾ അത് കുറച്ച് മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറിയിരിക്കണം. പിസ്ത, ഡേറ്റ്സ്, ഇവിടെ ആക്ച്വലി വാൾനട്ട്സും ഡ്രൈ ഗ്രേപ്സ് ഒക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാം കൂടെ ആലുവയിൽ പോയിട്ട് വേറെ മേടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. ഹേ ഗൈസ്, വി ആർ ബാക്ക് ഹോം. സോ ഇന്ന് നമ്മൾ ജിമ്മിൽ പോയി വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നേരെ പോയി കുളിക്കുക. ഫോണിൽ നമ്മൾ തൊടരുത്. ഫോൺ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ജിമ്മിൽ പോയി വന്നിട്ട് ഫോണിൽ നമ്മൾ തോണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്ര സമയമാണ് നമുക്ക് പോകുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ പറ്റില്ല. നമ്മളെല്ലാത്തിനും ലേറ്റ് ആവും. ഫുൾ ടൈം ടേബിൾ തെറ്റും ഈ ഫോണിൽ തൊടാൻ നിന്ന് കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്താൽ തന്നെ മനസ്സിലാവും. ഞാൻ രാവിലെ എണീച്ചിട്ട് ഇപ്പം ഇത്രയും നേരമായിട്ട് ഞാൻ ആകെ ഫോണിൽ എന്തെങ്കിലും റീൽസ് കാണാനോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതാകെ ഞാൻ എൻ്റെ രാവിലത്തെ ഡ്രൈ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്ന 10 to 15 minutes ആണ് ഞാൻ ഇരുന്നേക്കുന്നത്. അതല്ലാതെ ഇത്രയും നേരമായിട്ടും ഇപ്പം സമയം ഏകദേശം 8:15 അപ്പോൾ ഇത്ര നേരമായിട്ട് ഞാൻ ആ ഒരു 15 മിനിറ്റാണ് ഞാൻ ഫോണിൽ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മളിങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ബിസി ആയി പോകണമെങ്കിൽ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റീൽസ് കണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിപ്രസിങ് ആണത്. നമ്മളെന്തോ ബ്രെയിൻ റോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന സാധനം ഈ നമ്മുടെ 30 സെക്കൻഡ്സിലുള്ള റീൽസ് നമ്മുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു. ആ അടുത്ത അങ്ങനെ 30 മിനിറ്റ്സ് നമ്മുടെ ഫോക്കസ് മാറിക്കൊണ്ടിരിക്കുന്നു, സബ്ജക്ട്സ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ലീഡ്സ് ടു ബ്രെയിൻ റോട്ട്. അത് മാത്രമല്ല നമുക്ക് മെൻ്റലി ഭയങ്കര ഡിപ്രസിങ് ആണ്. നമ്മൾ രാവിലെ എനിക്ക് ഒരുപാട് നേരം ഫോണിൽ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നമ്മൾ വർക്കിന് പോകുമ്പോൾ ശരിക്കും നമ്മൾ ഭയങ്കര മടുപ്പല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അതല്ല, നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോയി. പിന്നെ വർക്കാണെങ്കിൽ പോലും നമ്മൾ വർക്കിൽ പോയാൽ തന്നെ അതിനെപ്പറ്റി എനിക്ക് വലിയൊരു നോവൽ തന്നെ പറയാനുണ്ടാവും. പക്ഷേ ചുരുക്കി പറയാനാണെങ്കിൽ നമ്മൾ വർക്കിന് പോവുകയാണെങ്കിൽ പോലും വർക്കാണെന്ന് മാത്രം കരുതുക. അതായത് ജോലി നമ്മുടെ ശമ്പളത്തിന് വേണ്ടി മാത്രം നമ്മൾ പോകുന്ന ജോലി. നമ്മൾ അതിനകത്ത് സന്തോഷം കണ്ടെത്താനോ അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനോ അങ്ങനെ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ വർക്കിന് നമ്മൾ പേഴ്സണലാക്കുമ്പോഴാണ് നമുക്കത് ഡിപ്രഷൻ കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെയൊന്നുമില്ല. വെരി കൂൾ കമ്പനി പോകുന്നു, പണി ചെയ്യുന്നു, ആവശ്യത്തിന് തരുന്ന സാലറിക്കുള്ള പണി മാത്രം ചെയ്യുന്നു. അതിൽ കൂടുതൽ പണി ചെയ്ത് ഓവർ സ്മാർട്ട് ആവാനോ നിൽക്കണ്ട, അത് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ ജസ്റ്റ് ആവശ്യത്തിന് പണിയെടുക്കുന്നു, തിരിച്ചു വരുന്നു, കിടന്നു, നമ്മുടെ കാര്യം നോക്കുന്നു. നമ്മുടെ ആ ദിനചര്യയിൽ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട് മാത്രമാണ് വർക്കെന്ന് കരുതുക. ജോലിക്ക് പോകുന്നവർ സ്വന്തമായിട്ട് പാഷൻ കണ്ടെത്തി അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റാത്തവർ, അത് നമ്മൾ സാലറിക്ക് വേണ്ടി മാത്രം വർക്കിന് പോകുന്നു. നമ്മളെപ്പോലെ ഉള്ള ഒരുപാട് എന്താ പറയുക, ഒരു മെജോറിറ്റി ആൾക്കാരും അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ പോകുന്നവർ അത് ജസ്റ്റ് ഒരു വർക്കാണെന്ന് മാത്രം കരുതുക. കൂടുതൽ പേഴ്സണലാക്കാൻ നിൽക്കാതിരിക്കുക. അപ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞ സംഭവം കൂടി പോകണം. അതെല്ലാം രാവിലെ എണീക്കുന്നു, കുറേ നേരം ഫോണിൽ തോണ്ടുന്നു, പിന്നെ എണീച്ച് റെഡി ആവുന്നു, വർക്കിന് പോകുന്നു, വരുന്നു, പിന്നെയും കുറേ നേരം ഫോണിൽ തോണ്ടുന്നു, ഉറങ്ങുന്നു. ഇതല്ല ശരിക്കും ലൈഫ്. It's okay guys, I will help you with എന്താ പറയുക, മോട്ടിവേഷൻ ആൻഡ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽനെസ്. ഐ വിൽ ഹെൽപ്പ് യു. നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇനി കുളിക്കുക, അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഗൈസ്, സോ എന്താ പിന്നെ വന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആക്ച്വലി എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. അപ്പോൾ ഞാൻ മറന്നുപോയി. അപ്പോൾ ദാറ്റ്സ് വൈ വി നീഡ് ടൈം ടേബിൾ. ബിക്കോസ് നമുക്ക് ചില ദിവസങ്ങൾ നമുക്ക് ഇന്നലെ കഴുകിയതല്ലേ ഇനി നാളെ കഴുകാം നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഹെയർ വാഷും കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ഹെയർ കെയറും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഇഫ് ഇറ്റ് ഇസ് ആക്ച്വലി ലേഡ് ഡൗൺ ആസ് എ പ്ലാൻ നമ്മളത് ഫോളോ ചെയ്യും. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ഷോ യു ലേറ്റർ. അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ചെറിയൊരു ഹെയർ ഓയിലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത്. എൻ്റെ ഹെയർ ശരിക്കും പറഞ്ഞാൽ ബോട്ടോക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4-5 മാസമായിട്ടുണ്ടാവും. എനിക്ക് രണ്ടാമത് ബോട്ടോക്സ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. ഹെയറിൻ്റെ ഇവിടെ നിന്നൊക്കെ ഗ്രോത്തൊക്കെ വന്ന് തുടങ്ങി. എന്തായാലും ഇപ്പോൾ 5 months കൂടെ അല്ലേ ഉള്ളൂ വെഡ്ഡിങ്ങിന്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി വെഡ്ഡിങ്ങിന് അടുപ്പിച്ച് ചെയ്യാം. അപ്പോൾ പിന്നെ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിടക്കുമല്ലോ. ഓക്കെ, ഇറ്റ് ഇസ് ഡൺ. ഇനി ഞാൻ ഈ അടുത്തൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് പോയ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു, ഷമിതാസ് ആയുർവേദമായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കാൽപ്പൊക്കെ നോക്കിയിട്ട് എൻ്റെ സ്കാൽപ്പിന് പറ്റിയ പോലത്തെ ഒരു ഓയിൽ ഡോക്ടർ തന്നിരുന്നു. ഞാൻ പറഞ്ഞ ഹെയർ ഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്ന ഓയിലാണിത്. അപ്പോൾ ഈ ഓയിൽ ഞാൻ ആക്ച്വലി ഓൾറെഡി ഡേയ്സിലിടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹെയർ വാഷ് ഡേയുടെ അന്ന് കുളിക്കുന്നതിന് മുന്നേ ഞാൻ 15 മിനിറ്റ് മുമ്പ് ഈ സാധനം ഇട്ടിട്ട് നിൽക്കും. ഫ്യൂ ഡ്രോപ്സ്. ഞാൻ ശരിക്കും തലയിൽ ഓയിലൊന്നും ഇടാത്ത ഒരാളാണ്. മുമ്പ് കണ്ടിങ്ങനെ ഡെർമറ്റോളജിസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് ഓയിൽ തലയിൽ ഇടരുതെന്ന്. ഇട്ട അപ്പം തന്നെ കഴുകി കളയണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാനതൊരു
15 മിനിറ്റ് വയ്ക്കുള്ളൂ മാക്സിമം. ഗൈസ്, ഇങ്ങനെ ഞാൻ എൻ്റെ കുളിക്കാൻ പോകുന്ന എണ്ണ ഇടുന്ന റൊട്ടീനൊക്കെ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് വിയേർഡായിട്ട് തോന്നുന്നുണ്ടോ? ബട്ട് എനിക്ക് വിയേർഡായിട്ട് തോന്നുന്നില്ല. ഇൻസ്റ്റയിൽ കാണുന്ന ഞാനല്ല, യൂട്യൂബിൽ ഞാൻ വേറെ. ഇഫ് യു വോണ്ട് പ്രീമിയം കണ്ടന്റ്, സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ഒരു സിലിക്കോൺ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്കാൽപ്പ് മസാജർ, അതാണ് സാധനം, അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്തിങ്ങനെ കൊടുക്കാം. സോ ഞാൻ യൂഷ്വലി ഞാൻ ആ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഗ്യാപ്പിൽ ഞാൻ എൻ്റെ റൂമും ഏത് മൂലൊക്കെ നോക്കിയാലും അവിടെ വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടും. ബാത്റൂമോ റൂമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ക്ലീൻ ആവാൻ കിടക്കണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിടും. ദാറ്റ് ഇസ് വാട്ട് ഐ ഡു. ഹേ ഗൈസ്, ഞാൻ കുളി കഴിഞ്ഞ് വന്നു. സോ ദ നെക്സ്റ്റ് ടൈം റൈറ്റ് ആഫ്റ്റർ കുളി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പ് ടു prep your skin for all the serums and everything, what I do is this ഐസ് ഗ്ലോബ്സ് ഇടും ഫേസിൽ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഐസാക്കിയെടുത്ത ഐസല്ല തണുപ്പിച്ചെടുത്ത ഐസ് ഗ്ലോബ്സ്. ഫേസ് എപ്പോഴും അപ്വേർഡ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ മാത്രം മസാജ് ചെയ്യും. സ്കിൻ ഭയങ്കര ഫ്രഷാണ്. ഇത് കഴിഞ്ഞിട്ട് സിറം ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ആണ്. So that's it. So guys, this is my morning routine. ഇപ്പോൾ സമയം ഒരു 9 മണിയായിട്ടുണ്ട്. ഈ ടൈമിനുള്ള I went to the gym. I came back. I took a shower. I did my hair care and did my skin care. And my room is all cleaned up. There's my light and ഇവിടെ not cleaned. ഞാനിപ്പോൾ എടുത്ത സ്കിൻ കെയർ ആണ് അവിടെ ഇരിക്കുന്നത്. എനിക്കറിയാം ഇത്രയും കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുന്നത് എല്ലാവർക്കും ഭയങ്കര ഇമ്പോസിബിൾ. ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ബട്ട് വിത്ത് സ്മോൾ സ്റ്റെപ്സ്, ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പ് വെച്ച് ആഡ് ചെയ്ത് പയ്യനെ മന്ത്ലി 2 സ്റ്റെപ്പാക്കി, നെക്സ്റ്റ് മന്ത് 3 സ്റ്റെപ്പാക്കി, അങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമുക്കൊരു പ്രൊഡക്റ്റീവ് ഡേ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഐ ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ, today's morning vlog video, and I'll get back to you with another video. See you all then. Bye bye.